ഉമ്മീസ് കുക്കിംഗ് ഡീൽസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ടേസ്റ്റി പഴംപൊരിയാണ്. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുന്നുണ്ടും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുന്നുണ്ടും ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നമുക്ക് വീഡിയോയിലേക്ക് പോവാം. നമ്മൾ പഴമൊക്കെ തൊലി കളഞ്ഞിട്ട് പഴംപൊരിക്ക് കട്ട് ചെയ്യാം. ഇങ്ങനെ നീളത്തിൽ കട്ട് ചെയ്തിട്ട് പിന്നെ നമുക്കത് ചെറുതാക്കി കട്ട് ചെയ്യണം. ഇങ്ങനെ ഇത്ര എളുപ്പത്തിലുണ്ടാക്കണം നമ്മൾ പഴംപൊരി. ഇങ്ങനെ ഓരോ പഴം നമുക്ക് കട്ട് ചെയ്യാം. അങ്ങനെ നമ്മൾ പഴമൊക്കെ കട്ട് ചെയ്തു. നമുക്ക് ഇതിലേക്കുള്ള മാവ് തയ്യാറാക്കാം. അങ്ങനെ നമുക്ക് ഇതാ 1 കപ്പ് മൈദപ്പൊടി ഇട്ട് കൊടുക്കാം. നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കാം. മധുരം നമുക്ക് കൂടുതലാണെങ്കിൽ കൂടുതൽ ഇട്ട് കൊടുക്കാം. നമ്മുടെ 2 വലിയ സ്പൂണിന് ഇട്ട് കൊടുക്കുന്നുണ്ട്. നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. നമുക്ക് കുറച്ച് സോഡാപ്പൊടി ഇട്ട് കൊടുക്കാം. ഇനി ഒരു 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി. നമ്മൾ നല്ലത് മിക്സ് ചെയ്യുക. മഞ്ഞൾപ്പൊടിയും പഞ്ചസാരയും സോഡാപ്പൊടിയൊക്കെ ഇട്ട് നല്ല മിക്സ് ചെയ്തു. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് തൈര് ഒഴിച്ച് കൊടുക്കാം. ഇതിലേക്ക് 2 സ്പൂണ് തൈര് ഒഴിച്ച് കൊടുക്കാം. നല്ല മിക്സ് ചെയ്യുക. തൈരൊക്കെ ഒഴിച്ചിട്ട് പഴംപൊരി ഉണ്ടാക്കി നല്ല ടേസ്റ്റ് കാരം. നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് മിക്സ് ചെയ്യാം. നമ്മൾ നല്ല മിക്സ് ചെയ്യുക. കുറച്ചുകൂടി വെള്ളം ഒഴിച്ച് കൊടുക്കുക. അങ്ങനെ നമ്മൾ പഴംപൊരിയിലേക്കുള്ള മാവൊക്കെ നല്ല മിക്സാക്കി ഇങ്ങനെ ഈ ഒരു രൂപത്തിലാകണം, ഈ ഒരു കട്ടിക്കാവണം. ഇനി നമുക്ക് തയ്യാറാക്കാൻ പോകാം. നമുക്ക് ഇനി പഴംപൊരി തയ്യാറാക്കാം. ഇതിലിങ്ങനെ നോക്കിയിട്ട് നമുക്ക് എണ്ണയിലിട്ടെടുക്കാം. നമ്മൾ എണ്ണയൊക്കെ നല്ല ചൂടായി വന്നു. നമ്മൾ പഴംപൊരി റെഡി. ഇത് മറിച്ചിട്ടത് വീഡിയോയിൽ കിട്ടിയിട്ടില്ല. നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. നമുക്ക് 2ാമത്തെ ട്രിപ്പ് ഇട്ട് കൊടുക്കാം. ഇങ്ങനെ നമ്മൾ 2ാമത്തെ ട്രിപ്പ് ഇട്ട് കൊടുക്കാം. ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുന്നുണ്ടും നല്ല ടേസ്റ്റാണ്. ഞാൻ എപ്പോഴും പറയണ പോലെ ഈ ചാനൽ ആദ്യമായിട്ട് എല്ലാ കൂട്ടുകാരും സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കനും ക്ലിക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. പഴംപൊരി മറിച്ചിട്ടെടുക്കാം. രണ്ടാമത്തെ ട്രിപ്പ് റെഡി. എൻ്റെ ചാനലിൽ പോയാൽ വേറെ റെസിപ്പികളുണ്ട്, എല്ലാതും കണ്ട് ട്രൈ ചെയ്ത് നോക്കൊണ്ടും. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുകൊണ്ടും ബെല്ലൈക്കനും ക്ലിക്ക് ചെയ്യുകൊണ്ടും അതിൻ്റെ അടുത്തുള്ള ഓൾ എന്ന ബട്ടണും ക്ലിക്ക് ചെയ്യുകൊണ്ടും എന്നാലേ ഞാനിടുന്ന ഓരോ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുള്ളൂ. അങ്ങനെ നമ്മൾ 2ാമത്തെ ട്രിപ്പ് റെഡി. ഇങ്ങനെ ഓരോ ട്രിപ്പായിട്ട് ഉണ്ടാക്കിയാൽ മതി. നല്ല ടേസ്റ്റാണ് ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ. നമ്മളെ ടേസ്റ്റി പഴംപൊരി റെഡി. ഇത് ചായക്കൊക്കെ നല്ല ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്ത് കൊണ്ടും. ഞാൻ എപ്പോഴും പറയുന്ന പോലെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന എല്ലാ കൂട്ടുകാരും സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കനും ക്ലിക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. അടുത്ത രൂപമായിട്ട് വീണ്ടും വരാം. താങ്ക് യു.